ഹായ് ഹലോ കൂട്ടുകാരെ, പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെറിയൊരു യാത്രാ വിവരണമാണ് നൽകുന്നത്. കൊല്ലത്ത് നിന്ന് ഒറ്റപ്പാലം വരെ ഒരു യാത്ര പോയിരുന്നു. അതിനെക്കുറിച്ച് ചെറിയൊരു യാത്രാ വിവരണമാണ് നൽകുന്നത്. ഇതിന് ഇത്ര പറയാൻ, ഒറ്റപ്പാലം വരെ പോയാൽ എന്താ ഇത്ര പറയാനെന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നത്. വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പോൾ എല്ലാവരും ഇതിൽ യാത്ര ചെയ്ത് എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും എന്നെപ്പോലെ ഇതുവരെ കയറിയിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അങ്ങനെ കൃത്യസമയത്ത് തന്നെ നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി. 5 മിനിറ്റ് എങ്ങാണ്ടേ സ്റ്റോപ്പുള്ളൂ. 5 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് കയറാൻ പറയുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറാൻ താമസിക്കുന്നതിന് എന്നെ ചേട്ടൻ വഴക്ക് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് എങ്ങനെയൊക്കെയോ വീഡിയോ എടുത്തു. അതിൻ്റെ കുറേ അപാകതകളൊക്കെ വന്നിട്ടുണ്ട്. ട്രെയിൻ കണ്ട സന്തോഷത്തിൽ ഞാൻ എൻ്റെ ബാഗ് പോലും എടുക്കാൻ മറന്നുപോയി. മോൾ എൻ്റെ ബാഗ് എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. മോളും ചേട്ടനും ഒക്കെ നേരത്തെ വന്ദേ ഭാരതിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇത് വലിയ അതിശയമായിട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ ആദ്യമായിട്ട് കയറിയതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷവും അതിശയവും ഒക്കെ തോന്നി. നല്ല തണുപ്പായിരുന്നു അതിനുള്ളിൽ. ഫുൾ AC ആണ്. പിന്നെ സീറ്റൊക്കെ കുഷ്യനൊക്കെ ഇട്ട് അടിപൊളി സീറ്റാണ്. നമ്മൾ സാധാരണ ട്രെയിനിൽ കയറുന്ന കണക്കുള്ള സീറ്റൊന്നും അല്ല. ഓരോരുത്തർക്കും ഓരോ സീറ്റൊക്കെയാണ്. പിന്നെ ആൾക്കാരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കത്തൊന്നുമില്ല. എല്ലാവരും പത്രവും മൊബൈലും ഒക്കെ നോക്കി ഇങ്ങനെ വലിയ VIP പോലെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മൾ സാധാരണ ട്രെയിനിൽ കയറുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമല്ലോ. സെക്കൻഡ് ക്ലാസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇവരങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല. പിന്നീട് നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് വരും. ചായ, കോഫി, സ്നാക്സിൽ ബിസ്ക്കറ്റ്, എന്തോ ഒരു കേക്ക്, എന്തൊക്കെയോ ഉണ്ട് സ്നാക്സിനകത്ത്. പിന്നെ ജ്യൂസ്, വെള്ളം, പത്രം എല്ലാം അവർ കൊണ്ടുതരും. പിന്നെ നമുക്കൊരു 7:30-8 മണി ആയപ്പോഴത്തേക്കിന് ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം, കടല, ഉഴുന്നുവട, ചായ. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. വളരെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കുറ്റം പറയാനൊന്നുമില്ല. നല്ല രുചികരമായ ഭക്ഷണമായിരുന്നു. എല്ലാം കൊണ്ടും വന്ദേ ഭാരത് യാത്ര അടിപൊളിയാണ്. നമുക്കിനി മറ്റേ ട്രെയിനിൽ യാത്ര ചെയ്യാൻ തോന്നത്തില്ല. ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ വന്ദേ ഭാരത് ഉണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കുക. അതിന് ശേഷമേ നമുക്ക് മറ്റേ ട്രെയിനിൽ കയറാൻ തോന്നുകയുള്ളൂ. ടോയ്ലറ്റൊക്കെ അടിപൊളി വൃത്തിയായിരുന്നു. എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഷൊർണൂർ ഇറങ്ങി. ഷൊർണൂർ ഇറങ്ങാൻ കാര്യം, നമുക്ക് ഒറ്റപ്പാലത്തേക്കാണ് പോകേണ്ടത്. ഈ ട്രെയിൻ ഇനി ഷൊർണൂർ കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് എങ്ങാണ്ടേ സ്റ്റോപ്പുള്ളൂ. അല്ലെങ്കിൽ ബാക്കി ട്രെയിനൊക്കെ നമുക്ക് ഒറ്റപ്പാലത്ത് നിർത്തും. വന്ദേ ഭാരതിന് ഷൊർണൂർ വരെ സ്റ്റോപ്പുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഷൊർണൂർ ഇറങ്ങി. ഷൊർണൂർ ഞങ്ങൾക്ക് പോകാൻ വേണ്ടി കാറ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ നാത്തൂൻ്റെ വീടാണ് ഒറ്റപ്പാലത്ത്. ഷൊർണൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് ഒരു 40 മിനിറ്റ് നമുക്ക് കാറിൽ യാത്ര ചെയ്യാനുള്ള ദൂരമുണ്ട്. അങ്ങനെ കാറിൽ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തി. ഇത് നാത്തൂൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ 28 കെട്ടിനാണ് ഞങ്ങൾ പങ്കെടുക്കാൻ പോയത്. അത് തലേ ദിവസം തന്നെ ഞങ്ങൾ എത്തി. പിറ്റേ ദിവസം ഒരു ഹോളിൽ വെച്ചായിരുന്നു ഫംഗ്ഷൻ വെച്ചിരുന്നത്. അവിടെ വീടിനടുത്ത് തന്നെയുള്ളൊരു ഹോളാണ്. ഒരുപാട് ആൾക്കാർ പങ്കെടുക്കേണ്ടത് കൊണ്ടാണ് ഹാള് ബുക്ക് ചെയ്തത്. നല്ല വലിയൊരു ഫംഗ്ഷനായിട്ടാണ് അവരിത് നടത്തിയത്. അതുകൊണ്ട് ഹോളാണ് ബുക്ക് ചെയ്ത്. വളരെ നല്ല ഫംഗ്ഷനായിരുന്നു. ഒരുപാട് ആൾക്കാരൊക്കെ പങ്കെടുത്തു. ഇത് ഞങ്ങൾ രാവിലെ പോയി. അതിന് ഗണപതി ഒരുക്കൊക്കെ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ പോയി ചെയ്യുകയാണ്. ബാക്കി ഓഡിറ്റോറിയമൊക്കെ വേറെ ഈവൻറ്റ് മാനേജ്മെൻറ്റ്സ് എല്ലാം അവർ അറേഞ്ച് ചെയ്ത് ഒരുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മൾ ഈ കിണ്ടി, വിളക്ക്, തട്ട, അങ്ങനത്തെ അതൊക്കെ വെച്ച് ഗണപതിക്ക് ഇപ്പം കിഴക്കോട്ട് ഇലയൊക്കെ ഇട്ട് അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ ആൾക്കാരൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ പോയി അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചു. പിന്നീട് എല്ലാവരും വന്ന് കുഞ്ഞിൻ്റെ 28 കെട്ടാനുള്ള ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ കണക്കല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അവിടെ അമ്മമാരുടെ മടിയിൽ വെച്ചാണ് കുഞ്ഞിന് 28 കെട്ടുന്നത്. അമ്മയെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയും കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അമ്മയുടെയും മടിയിലാണ്. ഇപ്പോൾ ചേച്ചിയുടെ മടിയിൽ കുഞ്ഞിനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി കുഞ്ഞിൻ്റെ അമ്മമ്മ ചരട് കെട്ടും. അവളുടെ ഭർത്താവിൻ്റെ അമ്മയാണ് ചരട് കെട്ടുന്നത്. നമ്മുടെ ഇവിടുത്തെ കണക്കല്ല. നമുക്കിവിടെ ഒരുപാട് ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ തെക്കോട്ട്. അവിടെ അത്ര വലിയ ആചാരങ്ങളൊന്നുമില്ല. ഒരു ചരടൊക്കെ കെട്ടി അതിന് ശേഷം കൺമഷി, കരിവളയൊക്കെ ഇടും.
കൺമഷിയൊക്കെ അന്ന് ഈ 28 കെട്ടിയതിന് ശേഷം അന്നും ആദ്യമായിട്ട് കരിയൊക്കെ അന്ന് എഴുതുന്നത്. അങ്ങനെ അമ്മമ്മ പൊട്ടൊക്കെ ഇടിയിക്കുകയാണ്, കരിപ്പൊട്ടൊക്കെ ഇടിയിപ്പിക്കും. അതിനുശേഷം ഇനി കരിവളയൊക്കെ ഇടുകയാണ്. മോനാണ് കുഞ്ഞ് കേട്ടോ, മോനാണ്. അവൻ നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് ആർക്ക് എന്ത് ചെയ്യുന്നതിനും ഒരു കുഴപ്പമില്ലായിരുന്നു. ആശാൻ നല്ല ഉറക്കമാണ്. കരിവളയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കരിവെള്ള അവൻ്റെ അമ്മമ്മ ഇട്ട് കൊടുക്കുക. അരിഞ്ഞാണ് ചരട് അരിഞ്ഞാണ് എല്ലാം അതിൻ്റെ രീതി. അതൊക്കെ നമ്മുടെ ഇവിടുത്തെ രീതികളിൽ തന്നെയാണ് അതൊക്കെ ഇടുന്നത്. പിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ചടങ്ങാണ്. അത് ചെവിയിലിങ്ങനെ വെച്ച് അവർ പേര് ചൊല്ലുന്നുള്ളൂ, പേര് ഉറക്കെ വിളിക്കും. അങ്ങനെ ഫങ്ഷനൊക്കെ അടിപൊളിയായിട്ട് നടന്നു. എല്ലാവരും അവരവരുടെ ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ്. ഞാൻ കൊണ്ടുപോയ ഗിഫ്റ്റ് എടുത്ത് കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ കുഞ്ഞ് ഉറങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് അവനെ കരയിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയൊക്കെയോ അവൻ്റെ കൈയൊക്കെ എടുത്ത് ഞാൻ കൊണ്ടുപോയ ഗിഫ്റ്റ് അവനിൽ ഇടുകയാണ്. വളരെ നല്ല ചടങ്ങായിരുന്നു. ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. നല്ല ഫുഡൊക്കെ ആയിരുന്നു. എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തു, ഒരുപാട് ഫോട്ടോയൊക്കെ എടുത്ത്. എല്ലാം കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അത് ഇടുന്നില്ല. ഫങ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടുകൂടി പിരിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ രാത്രിയിൽ രാത്രി 9 മണിക്ക് തിരിച്ച് ഞങ്ങളും വന്ദേ ഭാരതിൽ തന്നെയാണ് വന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് വന്ദേ ഭാരത് ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. തിരിച്ച് രാത്രി 9 മണിയായപ്പോൾ നമ്മൾ കൊല്ലത്തെത്തി. രാത്രിയിലേക്കുള്ള ഫുഡ് നമ്മൾ ട്രെയിനിൽ തന്നെ കിട്ടി. ചപ്പാത്തിയും ചോറ്, പിന്നെന്താ എന്തൊക്കെ 2 ചിക്കൻ, വേറൊരു കറിയൊക്കെ ഉണ്ടായിരുന്നു. അതും വലിയ കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും എൻ്റെ വന്ദേ ഭാരത് യാത്ര അടിപൊളിയായിരുന്നു. പിന്നെ അവിടുത്തെ വടക്കോട്ടുള്ള ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വളരെ ഭംഗിയായിരുന്നു. ട്രെയിനിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വിശാലമായ ഈ പാടങ്ങളും എല്ലാം കാണാൻ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഭാരതപ്പുഴ എല്ലാം നല്ല സ്ഥലങ്ങളാണ് അവിടുത്തെ കാണാൻ. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു മനോഹരമായ യാത്രയായിരുന്നു. അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.